താനൂരിൽ നിന്നും പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ അസ്വാഭാവികതകളില്ലെന്ന് പോലീസ്. അന്വേഷണത്തിനായി മുംബൈയിലേക്ക് പോയ പോലീസ് സംഘം തിരിച്ചെത്തി. മാർച്ച് 6-നാണ് പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ട താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 +2 വിദ്യാർത്ഥിനികളെ കാണാതാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും മാർച്ച് 7-ന് മുംബൈയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂലത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് സിപി ഫിറ്റിംഗ്സ്. താനൂരിൽ നിന്നും പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ അസ്വാഭാവികതകളില്ലെന്ന് പോലീസ്. അന്വേഷണത്തിനായി മുംബൈയിലേക്ക് പോയ പോലീസ് സംഘം തിരിച്ചെത്തി. മാർച്ച് 6-നാണ് പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ട താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 +2 വിദ്യാർത്ഥിനികളെ കാണാതാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും മാർച്ച് 7-ന് രാത്രി മുംബൈയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. പൂനെയ്ക്ക് അടുത്തുള്ള ലോണോവാല സ്റ്റേഷനിൽ വെച്ച് RPF ആണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. താനൂർ SIP സുകേഷ് കുമാർ, സീനിയർ CPO A ഷമീർ എന്നിവരാണ് തുടരന്വേഷണത്തിനായി മുംബൈയിലേക്ക് പോയത്. പെൺകുട്ടികൾ വലിയ തുക ചിലവഴിച്ച് ഹെയർ ട്രീറ്റ്മെന്റ് നടത്തിയ സലൂണിലടക്കം പരിശോധന നടത്തി. സലൂൺ നടത്തിപ്പുകാരുടെയും മലയാളി കൂട്ടായ്മ പ്രവർത്തകരുടെയും മൊഴിയെടുത്തു. മുംബൈയിൽ നിന്നും ശേഖരിച്ച മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അസ്വാഭാവികതയില്ലെന്ന നിഗമനത്തിലാണ് താനൂർ പോലീസ്. മാത്രമല്ല, സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും വിവിധ സംഘടനകളും ദുരൂഹതയുള്ളതായി സംശയിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ സാധ്യതകളും പരിഗണിച്ച് വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമേ കേസ് അവസാനിപ്പിക്കൂവെന്ന് താനൂർ DYSP P പ്രമോദ് പറഞ്ഞു. വിദ്യാർത്ഥികളെ മുംബൈയിലെത്തിച്ച എടവണ്ണ സ്വദേശി ആലുങ്ങൽ അക്ബറയും തിരൂർ സബ് ജയിലിൽ റിമാൻഡിൽ തുടരുകയാണ്. പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ ആക്ട് പ്രകാരമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അക്ബർ റഹീം ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും പോലീസ് സംഘം മുംബൈയിലേക്ക് പോയിരിക്കുകയാണെന്നും തിരികെ എത്തുന്നതുവരെ അപേക്ഷ നീട്ടണമെന്നുമുള്ള പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയും ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. അതേസമയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പെൺകുട്ടികളെ രക്ഷിതാക്കളുടെ കൂടെ വീട്ടിലേക്ക് അയച്ചു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് ഹാജരാകാനുള്ള എല്ലാ സൗകര്യങ്ങളും തുടർന്നും നൽകാനാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനം. കേരള വിഷൻ, താനൂർ.